അന്ന് ആദ്യമായി നിന്നെ കണ്ടതു മുതൽ എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന സ്വപ്നമാടി ഈ ഒരു നിമിഷം. പക്ഷേ എന്തൊക്കെ അടവുകൾ പയറ്റിയിട്ടും നേരാവണ്ണം നിന്നെ എന്റെ കിടക്കയിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാ ഇലക്ഷൻ്റെ അന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇച്ചായന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചത്. പക്ഷേ അവിടെയും ഞാൻ തോറ്റുപോയെന്ന് മാത്രമല്ല, നിന്നെ എന്റെ ഇച്ചായന്റെ ഭാര്യയായി ഈ വീട്ടിൽ തന്നെ കാണേണ്ടിയും വന്നു. ആദ്യമൊക്കെ അതേന്ന് ഭ്രാന്ത് പ്രപിച്ചെങ്കിലും നീ ഇവിടെ ഉള്ളത് തന്നെയാ നല്ലതെന്ന് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ അവസരം പോലും വന്നത്. പറയുന്നതിനോടൊപ്പം ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് തെറുത്തു കയറ്റിക്കൊണ്ട് ബെഡിനരികിലേക്ക് നടന്നടക്കുന്നവനെ നോക്കി കിടക്കുമ്പോൾ താൻ തോൽക്കാൻ പോവുകയാണെന്ന് ആമിയുടെ മനസ്സിലിരുന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഒരിക്കലും സംഭവിക്കരുതെന്ന് കരുതിയിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യേ, ഇങ്ങനെ പേടിക്കല്ലേ എന്റെ ചേട്ടത്തി. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. സ്നേഹിക്കാനല്ലേ പോണത്. ഒരിക്കലും എന്റെ ഇച്ഛാനിൽ നിന്ന് നീ അറിയാൻ സാധ്യതയില്ലാത്ത സുഖമല്ലേ ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നത്. ഉച്ചത്തിൽ ചുണ്ടുകൂട്ടി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ആമി തേങ്ങിക്കൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. ചേച്ചേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ കരയുവാണോ? നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഡമ്മി മിന്നുകൊണ്ട് നിനക്ക് ഗുണമൊന്നും കാണത്തില്ലടി. ഒരു പെണ്ണിന് വേണ്ടതൊന്നും അങ്ങേര് നിനക്ക് തരത്തില്ല. പക്ഷേ ഞാൻ തരും. റയാന്റെ ഭാര്യ പദവി ഉള്ളിടത്തോളം നമുക്കിത് രഹസ്യമായി കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് അങ്ങേര് നിന്നെ ചവിട്ടി പുറത്തിയാക്കിയാലും എന്റെ ബെഡിൽ നിന്നോളം മുൻഗണനയുള്ളൊരു പെണ്ണും കാണില്ല ആത്മിക. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ തൽക്കാലം മാറ്റി വെക്കുന്നേ. ഈ റീജോ പോളിന്റെ ശരീരത്തിനടിയിലാണ് നിന്റെ സ്വർഗമെന്ന് നീ തന്നെ പറയും മോളെ. വല്ലാത്തൊരാസക്തിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിനരിയിലേക്ക് ചെന്നതും എവിടുന്നോ തലച്ചോറിലേക്കത്തേക്ക് ഒരു നൊമ്പരം പാഞ്ഞു കയറിയത് റീജോ അറിഞ്ഞു. ശരീരത്തിന്റെ ഏതു ഭാഗമാണ് ആ വേദനയുടെ ഉറവിടമെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയും ചുറ്റുമുള്ള ഭൂമി കറങ്ങുന്നത് പോലെയും അവന് തോന്നി. അടക്കി പിടിച്ചൊരാർത്തനാദത്തോടെ ഇരു കൈകൾ കൊണ്ടും തന്റെ നാഭിഭാഗം അമർത്തി പിടിച്ചുകൊണ്ട് റീജോ നിലത്തേക്ക് ഇരുന്നു പോയി. തന്റെ ജീൻസിന്റെ മുൻഭാഗം നനയിച്ചുകൊണ്ട് കിനിഞ്ഞിറങ്ങുന്ന നനവ് കയ്യിലറിഞ്ഞപ്പോൾ മാത്രമായിരുന്നു താൻ പോലും അറിയാതെ മൂത്രം പോയത് അവനറിഞ്ഞത്. ഡി, നീ എന്നെ ചവിട്ടിയല്ലേടി? അപ്പോഴും തലച്ചോറിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വേദനയ്ക്കിടയിലും അവനൊരു മുറിവേറ്റ മൃഗത്തെപ്പോലെ മുരണ്ടു. അത് കേട്ടതും ഭയം തീർത്തും മാറിയില്ലെങ്കിൽ പോലും ബെഡിൽ മലർന്നു കിടന്നിരുന്ന ആമി എഴുന്നേറ്റിരുന്നു. പതിയെ അവളുടെ മുഖഭാവം മാറി വന്നു. അതേടാ, സ്വന്തം ചേട്ടൻ താലി കെട്ടിയ പെണ്ണിന്റെ അടുത്ത് പോലും കഴപ്പും കൊണ്ട് വരുന്ന നിന്നെപ്പോലൊരു വൃത്തികെട്ട മൃഗത്തെ ചവിട്ടുവല്ല, കൊല്ലുക വേണ്ടത്. ഇനി എന്റെ നേർക്ക് നിന്റെ ഇതേപോലുള്ള നിന്റെ ഒരു നോട്ടമെങ്കിലും നീണ്ട തീർക്കുക തന്നെ ചെയ്യും നിന്നെ ഞാൻ. എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും ഞാൻ. അവിടെ ഏതായാലും നിന്നെപ്പോലെ പെണ്ണിനെ വെറും ശരീരമാത്രമായി കാണുന്ന പുഴുത്ത പട്ടികളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അത്രമേൽ അറപ്പും വെറുപ്പും നിറഞ്ഞ ഭാവത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് ആമി പറയുമ്പോഴും അസഹ്യമായ വേദനയിൽ പുളയുക തന്നെയായിരുന്നു റീജോ. ഇപ്പൊ രക്ഷപ്പെട്ടെന്നോർത്ത് ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ പെട്ടാൽ ഓർത്തോടി മോളെ, പിന്നെ നീ വെറും ശവമായിരിക്കും. കുറിച്ചു വെച്ചോ നീ. റീജോയായി പറയുന്നത്. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി നിലത്തുനിന്ന് എഴുന്നേറ്റതും റീജോ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞെങ്കിലും അവന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന തിരിച്ചറിവിൽ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിയതേയുള്ളൂ ആമി. ഇനി അധിക നേരം നിന്നാൽ ചിലപ്പോൾ താൻ ഇവിടെ തന്നെ വീണുപോകുമെന്ന് തോന്നിയ റീജോ ഒരിക്കൽ കൂടി അവളെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട് വാതിലിന് നേർക്ക് നടന്നു. പക്ഷേ അവന്റെ കൈ ഡോർ ഹാൻഡിൽ നേർക്കുയരും മുൻപ് തന്നെ പുറത്തു നിന്നാരോ ഹാൻഡിൽ തിരിച്ച് ഡോർ മലർക്കെ തുറന്നിരുന്നു. വാതിൽ തുറന്നതും അകത്തെ കാഴ്ച കണ്ട് റയാന്റെ മുഖം ചുളിഞ്ഞു. വിയർത്തൊളിച്ചു നിൽക്കുന്ന അനിയനും അവന് പിന്നിൽ ആലില പോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന താലി ചാർത്തിയവളും. ആ കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ റയാനാകെ തടിച്ചത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞൊടിയിട കൊണ്ട് മനസ്സിനെ കൈപ്പിടിയിലൊതുക്കിയ അവൻ മുഖത്ത് പുച്ഛം വിരിഞ്ഞതും റീജോയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. പക്ഷേ അപ്പോഴും അവന്റെ മുന്നിൽ തന്റെ നിരപരാധിത്വം വിളിച്ചലറാൻ വെമ്പൽ പൂണ്ട് നിറകണ്ണുകളോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആമി. ആഹാ, കാമുകനും കാമുകയും കൂടെ പൊറുതി തുടങ്ങിയായിരുന്നോ? ഇച്ചായ വിളിച്ചത് മാത്രമേ റീജോയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും തന്റെ ഉള്ളിലെ അമർഷം മുഴുവൻ വലം കൈയിലേക്ക് ആവാഹിച്ച് അവന്റെ കരണത്താഞ്ഞടിച്ചിരുന്നു റയാൻ. ഇനി നിന്റെ നാവ് കൊണ്ട് ആ പേര് വിളിച്ച നിന്നെ ഞാൻ, നീ കാണിച്ച ചെറ്റത്തരം പിടിക്കപ്പെട്ടപ്പോൾ നീ എച്ചിലാക്കി വലിച്ചെറിഞ്ഞ് ഇവളെ വലിച്ച് തലയിൽ വെച്ചവനാ ഞാൻ, എന്റെ അപ്പന്റെയും കുടുംബത്തിന്റെയും പേര് കളങ്കപ്പെടാതിരിക്കാൻ. എന്നിട്ടിപ്പോൾ എന്റെ ബെഡ്റൂമിലും കയറി തന്തയില്ലായ്മ കാണിച്ചാലുണ്ടല്ലോ, രണ്ടിനെയും പച്ചയ്ക്ക് കൊളുത്തും ഞാൻ. ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അലറുകയായിരുന്നു റയാൻ. അതൊക്കെ കേട്ട് അവന് മുന്നിൽ മുഖം കുനിച്ചു നിൽക്കുമ്പോഴും തന്റെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ പോലും ഇച്ചായന്റെ ഉള്ളിൽ അവളെക്കുറിച്ചൊരു കരട് വീഴ്ത്താൻ കഴിഞ്ഞതിൽ മനസ്സായി സന്തോഷിക്കുകയായിരുന്നു റീജോ. പക്ഷേ ആമിയാണെങ്കിൽ ഒരു ജീവച്ഛവം പോലെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ നേരം. നീ എച്ചിലാക്കി വലിച്ചെറിഞ്ഞ ഇവളെ വലിച്ച് തലയിൽ കയറ്റിയവനാ ഞാൻ.
റയാന്റെ നാവിൽ നിന്ന് മുതിർന്ന ആ വാക്കുകൾ മാത്രമേ അവൾ കേട്ടിരുന്നുള്ളൂ. അവയവളുടെ ഹൃദയഭിത്തികളിൽ കുപ്പിച്ചീളുകൾ പോലെ തറഞ്ഞു കറങ്ങിക്കൊണ്ടിരുന്നു. ഇനിയുമിവിടെ നിന്റെ സമനില തെറ്റിക്കാതെ ഇറങ്ങിപ്പോടാ. ഒട്ടൊരു നേരത്തെ ശാന്തതയ്ക്കൊടുവിൽ റീജോയുടെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നവനെ നോക്കി നിൽക്കുമ്പോഴും ആമിയുടെ മനസ്സേതാണ്ട് മരിച്ച് മരവിച്ച അവസ്ഥയിലായിരുന്നു. റീജോ പോയതും തന്റെ നേരെ പാഞ്ഞെടുക്കുന്നവനെ കണ്ടിട്ടും ആമിയിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനിൽ നിന്ന് വന്ന വാക്കുകൾ അവളെ അത്രമേൽ തകർത്ത് കളഞ്ഞിരുന്നു ആ നേരം. ഇനി നീ എന്തിനു നിൽക്കുവാടി? എന്റെ കിടക്കയിൽ തന്നെ അവന് കിടന്നു കൊടുക്കണമെങ്കിൽ നിന്നെ ഏത് ഗണത്തിൽ പെടുത്തണമടി? വീണ്ടും അവന്റെ നാവ് വിഷം തുപ്പി തുടങ്ങിയപ്പോഴായിരുന്നു ആമി സ്വബോധത്തിലേക്ക് വന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇച്ചായ. നിർത്തടി മോളെ നിന്റെ അഭിനയം. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യത്തിൽ ഇനി നിന്റെ വക ഗുണവധികാരമൊന്നും വേണ്ടടി. ഇപ്പൊ ഈ നിമിഷം നീ ഈ മുറിയിൽ നിന്നിറങ്ങിക്കോണം. എന്റെ കട്ടിലിൽ തന്നെ എന്റെ അനിയനും നീ പായ വിരിക്കണ്ട. പറഞ്ഞതും റയാന്റെ കൈ അവളുടെ മുടിയിൽ പിടിച്ചിരുന്നു. മുടിക്കെട്ടിൽ നിന്നും തലയോട്ടിയിലേക്ക് പടരുന്ന വേദനയെക്കാളേറെ ആമിയെ നൊമ്പരപ്പെടുത്തിയത് അവനിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. ഇച്ചായ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അന്നും ഇന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് ഞാനെങ്ങനെ ഗസ്റ്റ് ഹൗസിൽ എത്തിയെന്ന് ഈശ്വരനാണ് എനിക്കറിയില്ല ഇച്ചായ. എന്നെ ചതിച്ചതാ. എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം വരുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഇച്ചായനാ. ആ നേരത്ത് നിങ്ങൾ ശത്രുവാണോ മിത്രമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒന്ന് വിശ്വസിക്കിച്ചായ. അവന്റെ പിടുത്തമെങ്ങനെയോ വെടിവീച്ച് ആ കാൽച്ചൂട്ടിലേക്ക് വീണ ആ പെണ്ണ് ദയനീയമായി യാചിച്ചു. ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മുറിയിൽ കണ്ടു തന്നെ ഞാനെയാണ് ഗണത്തിലടിപ്പെടുത്തേണ്ടത്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഇച്ചായ. മതിയടി നിന്ന് ശീലാവധി ചമഞ്ഞത്. ഇനി ഇവിടെ നിന്ന് എന്നെ കൊണ്ട് കർത്താവിന് നിരക്കാത്തതൊന്നും ചെയ്യിക്കാതെ ഇറങ്ങിപ്പോടി. താൻ നേരിൽ കണ്ട കാര്യം പോലും തെറ്റാണെന്ന് സമർത്ഥിക്കാൻ തിടുക്കപ്പെടുന്ന അവളുടെ ഉള്ളിൽ വെറുപ്പ് നുരഞ്ഞു പതഞ്ഞതും അവളെ കൈത്തണ്ടയിൽ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അവൻ. ആയത്തെ നിലത്തേക്ക് വന്ന് വീണതിന്റെ നൊമ്പരം പോലും മറന്ന് അവൾ പിടഞ്ഞെണീക്കുമ്പോഴേക്കും റയാൻ അവൾക്ക് മുന്നിൽ മുറിവാതിൽ കൊട്ടിയടച്ചിരുന്നു. റയാന്റെ റൂമിൽ നിന്ന് തിരികെ വന്ന റീജോ നേരെ ഡ്രസ്സിംഗ് ടേബിളിനരികിലേക്കായിരുന്നു പോയത്. അവിടുത്തെ നിലക്കണ്ണാടിയിൽ നോക്കി റയാൻ കൈവീശിയടിച്ച കവിളിൽ പതിയെ ഒന്ന് തലോടി. വായുടെ ഉൾഭാഗത്ത് തൊലി പൊട്ടിയിടത്ത് നാവ് കൂർപ്പിച്ചൊന്ന് തൊട്ട് നോക്കിയിട്ട് അവനൊന്ന് ചിരിച്ചു. ശേഷം നോട്ടം പാൻസിന്റെ മുൻഭാഗത്തേക്ക് നീണ്ടു. ഇച്ചായന്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാലെന്താ? കെട്ടി കൂടെ പൊറപ്പിക്കുന്നവൾ വെറും പിഴയാണെന്നുള്ള തോന്നൽ ആ മനസ്സിൽ വരുത്താൻ കഴിഞ്ഞല്ലോ. എനിക്കത് മതി ആത്മിക. ഇപ്പൊ ഞാൻ നിന്റെ കെട്ടിയോന്റെ മനസ്സിലേക്ക് എറിഞ്ഞ തീപ്പൊരി അധികം വൈകാതെ ആളിക്കത്തും. അതൊരു തീച്ചൂളയെ മാറി നിന്നെ വിഴുങ്ങും. അതോടെ ഇപ്പൊ നീ ആട്ടി ഓടിച്ച എന്റെ തണല് തേടി നീയായിട്ട് തന്നെ വരും. വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ മോഹിച്ച നിന്നെ റയാൻ പോളിന്റെ പെണ്ണായി വാഴിക്കില്ലടി. തന്നോടുള്ള വെറുപ്പ് നിറഞ്ഞ ആമിയുടെ മുഖമോർത്തുകൊണ്ട് അവൻ പുലമ്പി. ഈ നേരം റയാന്റെ മുറിയിൽ അവനും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. സാഹചര്യം എന്തായിരുന്നാലും തന്റെ മിന്നു കഴുത്തിൽ ഇട്ടേക്കുന്നവളാ അവളെന്നും പഴയതൊക്കെ മറക്കാനും പൊറുക്കാനും കഴിയണമെന്നും മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയതായിരുന്നു താൻ. ആ നേരത്താ സ്വന്തം ബെഡ്റൂമിൽ വെച്ച് തന്നെ താലി കെട്ടിയവൾ അനിയനുമൊത്ത്. ആ ഓർമ്മ പോലും അവന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നതായിരുന്നു. ഒന്നും മാറാൻ പോകുന്നില്ല. എത്രയൊക്കെ താൻ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും അവർക്കിടയിലെ അവിശുദ്ധ ബന്ധത്തിന്റെ വേരുകൾ പൊട്ടിക്കിളിർക്കുക തന്നെ ചെയ്യും. അവൻ സ്വയം പിറുപിറുത്തു. നീ മിന്നുകെട്ടിയ പെണ്ണാ മോനെ. പോളും റൂബിയും പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും റയാൻ ഇരുന്നിടത്തു നിന്ന് ചാടി എണീറ്റു. അതധികം നാൾ അവളുടെ കഴുത്തിൽ കാണില്ല ഡാഡി. വാതിൽ തുറന്ന് കാറ്റുപോലെ പുറത്തേക്ക് പായുമ്പോൾ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിലെ തെറ്റോ ശരിയോ അവൻ ചികഞ്ഞതേയില്ല. മുകളിലെ ഹാളും കഴിഞ്ഞുള്ള കോമൺ ബാൽക്കണിയിൽ നിന്ന് താഴെ റബ്ബർ തോട്ടത്തിലെ കട്ട പിടിച്ച ഇരുളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആമിയപ്പോൾ. തന്റെ ജീവിതം ഇങ്ങനെ തല്ലിക്കൊഴിച്ചു കളഞ്ഞ ഈശ്വരനോട് പോലും അവൾക്ക് വെറുപ്പ് തോന്നിപ്പോയിരുന്നു ആ നേരം. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് കൂടി ഒരുവനാൽ വേട്ടയാടപ്പെടുന്ന കഴുത്തിൽ താലി കെട്ടിയവനും അവന്റെ വീട്ടുകാർക്കും മുന്നിൽ വെറും ഒരു വൃത്തികെട്ട പെണ്ണായി നിൽക്കേണ്ടി വരുന്നതൊക്കെ ഓർത്ത് അവൾക്ക് ചങ്കും പൊട്ടും പോലെ തോന്നി. എന്തിനാ ദൈവമേ എന്നോടിത്ര ക്രൂരത? ഇതിനു മാത്രം എന്ത് പാപമാ ഞാൻ ചെയ്തത്? റീജോ പോലൊരു വൃത്തികെട്ടവന്റെ മുന്നിലേക്ക് എന്നെ എറിഞ്ഞുകൊടുത്തത് എന്തിനാ? അതുകൊണ്ടല്ലേ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത വണ്ണം രണ്ട് പുരുഷന്മാർക്കിടയിൽ പെട്ടിങ്ങനെ നീറിയൊടുങ്ങിയാനെനിക്ക് ജീവിക്കേണ്ടി വന്നത്? ചുറ്റുമുള്ള മനുഷ്യരിലെല്ലാം എന്നോടുള്ള വെറുപ്പ് മാത്രമാണ്. എന്തിനേറെ പറയുന്നു, എന്റെ അച്ഛനമ്മമാർക്ക് പോലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അവർക്കും ശേഷം അറിഞ്ഞവളാ ഞാനെന്ന് എങ്ങനെയാ ഞാൻ അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇങ്ങനെയിട്ട് നരയിപ്പിക്കാതെ ഏതേലും വിധത്തിൽ എന്റെ ജീവനൊന്ന് എടുത്തു തന്നൂടെ ദൈവമേ നിനക്ക്? സ്വയം എല്ലാം ഒന്ന് അവസാനിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടാ. ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി ചങ്ക് പൊട്ടിക്കരയുമ്പോൾ അത്രമേൽ നൊമ്പരത്താൽ ഭ്രാന്തമായി പിടയുകയായിരുന്നു അവളുടെ ഹൃദയം. ഡീ! ബാൽക്കണി റെയിലിംഗ് പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ട് റയാൻ വിളിച്ചു. ദേഷ്യവും വെറുപ്പും നിറഞ്ഞ അവന്റെ വിളിയൊച്ച കേട്ടതും ആമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി.
അപ്പോഴേക്കും റയാൻ പാഞ്ഞ് അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. നിന്റെ കഴുത്തിലേക്ക് കിടക്കുന്നത് വെറും സ്വർണം മാത്രമല്ല, അതിനൊരു പവിത്രത കൂടിയുണ്ട്. അതൊന്നും നിന്റെ തള്ള നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് വരെയെങ്കിലും നീ ഒരു മൂന്നാംകിട വേശ്യയുടെ കയ്യിലിരിപ്പ് കാണിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ റെഡിയായി നിന്നോണം. എങ്ങോട്ടാ ഇച്ചായ? ഭയത്തോടെയാണെങ്കിലും അവൾ ചോദിച്ചു പോയിരുന്നു. നിന്റെ ഈ കുത്തിക്കഴപ്പിനുള്ള മരുന്ന് തരാൻ. അവൻ പറഞ്ഞതും ആമി കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴും നീർത്തുള്ളികൾ കവളിനെ നനയിച്ചുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഒന്നുകൂടി, കൃത്യം 1 വർഷം കഴിഞ്ഞാൽ നിന്റെ പേരിന്റെ അറ്റത്ത് ഞാനായിട്ട് ചേർത്ത് വെച്ച റയാൻ പോൾ എന്ന ഐഡന്റിറ്റി ഞാനിങ്ങ് തിരിച്ചറക്കും. പിന്നെ നിനക്ക് നിന്റെ പഴയ പരിപാടിയൊക്കെ തുടങ്ങാം, എനിക്ക് എന്റെയും. അതുവരെ നീ നിന്റെ അസുഖത്തിനൊരു കടിഞ്ഞാണിടണം. മനസ്സിലായോടി? ചോദ്യത്തിനൊപ്പം തന്നെ റയാന്റെ വലതു കൈ അവളുടെ റെയിലിങ്ങിൽ ചേർന്ന് നിന്ന തന്റെ അരയ്ക്ക് മേലേക്കുള്ള ഭാഗം പുറത്തേക്ക് വളയുന്നതും കാലുകൾ നിലത്തുനിന്ന് പറയുന്നതും അറിഞ്ഞതും അവൾ അറിഞ്ഞു. കൊന്നേക്കിച്ചായ. മുറുകിയ തൊണ്ടക്കുഴിയിലൂടെ ഞെരിഞ്ഞമർന്ന പോലെ അവളിൽ നിന്നും ആ വാചകം പുറത്തേക്ക് വന്നതും റയാൻ അവളെ നിലത്തേക്ക് തള്ളിയിട്ടു. പിന്നൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. ചേച്ചി, ഇച്ചേച്ചി. ബാൽക്കണിയിലെ വെറും നിലത്ത് മഞ്ഞുകൊണ്ട് തണുത്തു മരവിച്ച് കിടന്നിരുന്ന പെണ്ണിന്റെ ഐസ് പോലെ തണുത്ത കവളിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിക്കുമ്പോൾ റോണയുടെ മിഴികളിൽ ഭയം കൂടുകൂട്ടിയിരുന്നു. ഇച്ചേച്ചി. വീണ്ടും വിളിച്ചതും കരഞ്ഞു തളർന്നുറങ്ങിപ്പോയ ആമി ബന്ധപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. അത് കണ്ടപ്പോഴായിരുന്നു റോണയ്ക്ക് ശ്വാസം നേരെ വീണത്. ഓ എൻ്റെ കർത്താവേ, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഇച്ചേച്ചി എന്നാ ഇവിടെ വന്ന് കിടക്കുന്നേ? എണീറ്റിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നവളെ താങ്ങി ഇരുത്തിക്കൊണ്ട് റോണ ചോദിച്ചു. അത് പിന്നെ ഇന്നലെ. അവളോടെന്ത് പറയണമെന്നറിയാതെ ആമി വാക്കുകൾക്കായി പരതി. ആ മതി മതി, കിടന്ന് തപ്പണ്ട. എന്തേലും പറഞ്ഞ് ഇച്ചായൻ വഴക്കിട്ട് കാണും. അവസാനം അങ്ങേര് ഇച്ചേച്ചി റൂമിൽ നിന്ന് പുറത്താക്കി കാണും. എൻ്റെ അല്ലേ ഇച്ചായൻ, എനിക്കറിഞ്ഞൂടെ അതിൻ്റെ സ്വഭാവം? റോണ പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ചേച്ചി, കരയൊന്നും വേണ്ട. ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ ചാടിക്കേറി ഓരോന്ന് ചെയ്യുമെന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളു ശുദ്ധവാ. അതുപോലെ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും. ഇപ്പോഴത്തെ ഈ അകൽച്ചയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇച്ചേച്ചിക്ക് തന്നത് മനസ്സിലാവും. നേർത്തൊരു പുഞ്ചിരിയോടെയായിരുന്നു അവളത് പറഞ്ഞത്. ഞാനും നിന്റെ ചാച്ചനും തമ്മിലുള്ള ഈ അകൽച്ച ഒരിക്കലും മാറില്ല മോളെ. പിന്നെ ആ ചങ്ക് പറിച്ച് സ്നേഹിക്കാൻ വേണ്ടി ഇച്ചായൻ എന്നെ ഇവിടെ നിലനിർത്താനും പോണില്ല. ഈ നാടകമൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. റോണയ്ക്കായി ഒരു പുഞ്ചിരിയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുമ്പോഴും ആമി ഹൃദയവേദനയോടെ ഓർത്തു. ഡി. ദേഷ്യത്തിലുള്ള റയാന്റെ വിളി കേട്ടപ്പോഴായിരുന്നു ആമിയും റോണയും സംസാരം മതിയാക്കി തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും റയാൻ അവർക്കരികിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. എന്താ ചാച്ചാ, നിനക്കൊന്ന് കോളേജിൽ പോകണ്ടേ? പോണം ചാച്ചാ. ഇച്ചേച്ചി തണുപ്പത്ത് ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു. അതെന്താന്ന് ചോദിച്ചോണ്ടിരുന്നതാ. ആ, കൂടുതൽ ചോദ്യവും പറച്ചിലുമൊന്നും വേണ്ട. ഇവളെങ്ങനെയാ നിന്റെ ഇച്ചേച്ചി ആരെന്നറിയാമല്ലോ. നീ ഒരു പെൺകുട്ടിയാ, അതുകൊണ്ട് നിനക്ക് ചേരാത്ത കൂട്ടൊന്നും വേണ്ട. ഇങ്ങനെയുള്ളവരുടെ കൂടൊക്കെ ബന്ധം കൂടി നടന്നിട്ടൊരുവിൽ നാട്ടുകാരെ കൊണ്ട് വേണ്ടാതിനം പറയിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. റയാന്റെ ഓരോ വാക്കുകളും കേട്ട് മരവിച്ചതുപോലെ നിൽക്കുകയായിരുന്നു റോണയെങ്കിൽ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും അടക്കിപ്പിടിച്ച രേഖകളോടെ തിരിഞ്ഞോടിയിരുന്നു ആമി. അത് കണ്ടിട്ടും റയാനിൽ കൂസലൊന്നുമില്ലായിരുന്നുവെങ്കിലും റോണയ്ക്ക് വല്ലാത്ത വേദന തോന്നിപ്പോയിരുന്നു. ഇത്രയ്ക്കും വേണ്ടായിരുന്നു ചാച്ച? എന്ത് വേണ്ടായിരുന്നെന്നാ? അവൾ അറിയിക്കുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ആമി പോയ വഴിയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ അവൻ പറഞ്ഞു. ഇത്രയും ദിവസത്തെ പരിചയത്തിൽ നിന്ന് പറയുക, എനിക്ക് തോന്നുന്നില്ല ആ പാവം ചാച്ചൻ പറഞ്ഞതുപോലൊരു പെണ്ണാണെന്ന്. അതുകൊണ്ടായിരിക്കും നിന്റെ റീജോ ചാച്ചൻ്റെ ബെഡ്റൂമിൽ നിന്ന് അവളെ പിടിച്ചത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ കരുതും പോലെ തന്നെ ആകണമെന്നില്ല റോണ ആളുകളുടെ സ്വഭാവം. തലേ രാത്രിയിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് പറയുമ്പോൾ റയാന്റെ സ്വരം തെല്ല് നേർത്തു പോയിരുന്നു. ചാച്ചൻ ഈ പറഞ്ഞത് ചാച്ചൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ബാധകമാണ് ചാച്ച. കാണുന്നതും കരുതുന്നതും ഒന്നും സത്യം ആകണമെന്നില്ല. അന്ന് ചാച്ച നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്ന ദിവസം എല്ലാവരും റീജോ ചാച്ചൻ പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. ഇച്ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് ആരും ചോദിച്ചതുമില്ല, ആ പാവമൊട്ട് പറഞ്ഞതുമില്ല. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് തെറ്റുപറ്റിയെന്നാണോ? എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, പക്ഷേ പറ്റിക്കൂടൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, തെറ്റ് പറ്റിപ്പോലും ഇല്ല പോലും. ഒരു മനുഷ്യജന്മമാണെന്നുള്ള പരിഗണന പോലും നൽകാതെ അതിനോട് ചാച്ചൻ പറയുന്ന വാക്കുകൾ ഒട്ടും ശരിയല്ല. ഇതേ വാക്കുകൾ ചാച്ചൻ്റെ പെങ്ങളായ ഈ എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ സഹിക്കുമോ എന്ന് ഓർത്തു നോക്കണം. അപ്പോൾ മനസ്സിലാകും തെറ്റും ശരിയുമൊക്കെ. അല്പം മൂർച്ചയിൽ തന്നെ അവൾ അത് പറഞ്ഞതും റയാനും ആലോചനയിൽ തന്നെയായിരുന്നു. പക്ഷേ അവളോടുള്ള തൻ്റെ സമീപനം അല്പം ക്രൂരം തന്നെയല്ലേ എന്ന ചോദ്യത്തിന് അവൾ ചെയ്ത തെറ്റുകൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന മറുപടിയായിരുന്നു മനസാക്ഷി നൽകിയത്.
ആ, ഇനി ഏതായാലും തെറ്റും ശരിയുമൊന്നും തൂക്കി നോക്കേണ്ട കാര്യമില്ല. ആരോടെന്നില്ലാതെ അവൻ പറഞ്ഞതും താഴേക്ക് പോകാൻ തിരിഞ്ഞ റോണ വേഗം തിരിഞ്ഞു നിന്നവനെ ചോദ്യഭാവത്തിൽ നോക്കി. ഇന്നത്തോടെ അവളുടെ ഇവിടുത്തെ പൊറുതി അവസാനിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ ക്രൂരതയൊന്നും സഹിക്കേണ്ടി വരില്ലേതായാലും. അവസാനിക്കുമെന്നോ? അതെന്നതാ ചാച്ചൻ എങ്ങനെ പറഞ്ഞത്? ഇച്ചേച്ചി എവിടെ പോവുക? അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന തോന്നൽ മിഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് റോണ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവുക ഞാൻ. അതാ നല്ലത്. അപ്പോൾ പിന്നെ എൻ്റെ ശല്യവുമില്ലല്ലോ. ചാച്ചൻ ഇതെന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ടപ്പോൾ ഇച്ചേച്ചി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോയാൽ മീഡിയ? അതൊന്നും സാരമില്ല. അവൾ ലീഗലി എൻ്റെ ഭാര്യയായിരിക്കുന്നത് വരെ അക്കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും ചാച്ച, ഒരെന്നാലുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ, മനസ്സുകൾ തമ്മിൽ ആഗ്രഹിക്കാതെ അടിച്ചേൽപ്പിച്ചതുപോലെ നടന്നൊരു വിവാഹമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ഈ അകൽച്ച കൊണ്ട് ഗുണമേ ഉണ്ടാകൂ. പരസ്പരം മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും കഴിയുന്നത് വരെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെന്ന എൻ്റെ തീരുമാനം. ആ, ഞാൻ ചെന്ന് റെഡിയാവട്ടെ. അവളെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ. പറഞ്ഞതും തൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരികെ മുറിയിലേക്ക് പോകുന്നവനെ നോക്കി അമ്പരന്ന് നിൽക്കുകയായിരുന്നു റോണ. പിന്നെ പെട്ടെന്നെന്തോ ഓർത്ത് അവൾ വേഗം താഴേക്ക് ഇറങ്ങി ഓടി.